നമസ്കാരം. KCV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. രണ്ടര വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായ തോപ്പടി വാലുമേൽ കുട്ടത്തിപ്പറമ്പിൽ ഡോക്ടർ ആന്റണി റാഞ്ചിക്കടുത്തെ വനമേഖലയിൽ വെച്ച് കൊല്ലപ്പെട്ടതാണെന്ന് തെളിഞ്ഞു. കുമ്പളങ്ങിയിലെ പ്രധാന റോഡ് പുനർനിർമ്മിക്കണമെന്ന് ആഹ്വാനം ചെയ്ത സൗത്ത് വികസന സമിതിയും കോർഡിനേഷൻ കമ്മിറ്റിയും ആഹ്വാനം ചെയ്ത കുമ്പളങ്ങി ഹർത്താൽ സമ്പൂർണ്ണം. എറണാകുളത്ത് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന കരിവീരൻ ചെരിഞ്ഞു. കണ്ണൂർ വലിയമ്പാടി ശ്രീകൃഷ്ണപുരം ദേവസ്വം വക അച്യുതൻ എന്ന ആനയാണ് കുമ്പളത്തെ മഹേഷിന്റെ വീട്ടുവളപ്പിൽ ചരിഞ്ഞത്. വാർത്തകൾ വിശദമായി. രണ്ടര വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായ തോപ്പുംപടി വാലുമേൽ കുട്ടത്തിപ്പറമ്പിൽ ഡോക്ടർ ആന്റണി റാഞ്ചിക്കടുത്തെ വനമേഖലയിൽ വെച്ച് കൊല്ലപ്പെട്ടതാണെന്ന് തെളിഞ്ഞു. പ്രതിയെ പോലീസ് റാഞ്ചിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. 2009 നവംബർ മാസം 27-ാം തീയതിയാണ് തോപ്പുംപടിക്കടുത്ത് ജോൺ കെയർ എന്ന പേരിൽ ഹോമിയോ ചികിത്സാലയം നടത്തിയിരുന്ന ഡോക്ടർ ആന്റണിയെ കാണാതാവുന്നത്. ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞാണ് ഡോക്ടർ ആന്റണി ജാർഖണ്ഡിലേക്ക് പോയത്. പിന്നീട് ഡോക്ടറെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്ന മുഹമ്മദ് റഫീഖിന്റെ നിർദ്ദേശാനുസരണം അന്നത്തെ പള്ളുരുത്തി ASI ആയിരുന്ന ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം റാഞ്ചിയിലെത്തി അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിക്കാതെ മടങ്ങുകയായിരുന്നു. പിന്നീട് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റ M. ബിനോയ് പ്രത്യേക താൽപര്യമെടുത്ത് പള്ളുരുത്തി അഡീഷണൽ സബ് ഇൻസ്പെക്ടറായിരുന്ന സജീവന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സംഘത്തെ റാഞ്ചിയിലേക്ക് അയച്ചിരുന്നു. ഈ സംഘം റാഞ്ചിയിലെത്തി മുൻപ് ആന്റണിയുടെ ഹോമിയോ ചികിത്സാലയത്തിൽ ജോലി ചെയ്തിരുന്ന യുവതിയെയും ഭർത്താവിനെയും ചോദ്യം ചെയ്തെങ്കിലും ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ജാർഖണ്ഡിൽ എത്തിയ ആന്റണി ഇവരുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നെന്നും തമ്മിൽ കണ്ടില്ലെന്നുമാണ് ഇവർ മൊഴി നൽകിയത്. ഇതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ സജീവനും സംഘവും ആന്റണിയുടെ ടെലിഫോൺ കോൾ വിവരം ശേഖരിച്ച് മടങ്ങുകയായിരുന്നു. പിന്നീട് പള്ളുരുത്തി സർക്കിൾ ഇൻസ്പെക്ടറായി ചുമതലയേറ്റ ഫ്രാൻസിസ് ഷെൽബിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയാണ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിനൊടുവിലാണ് ആന്റണി റാഞ്ചിക്കടുത്തെ വനമേഖലയിൽ കൊല്ലപ്പെട്ടതാണെന്ന് കണ്ടെത്തിയത്. 2.5 വർഷങ്ങൾ നിശബ്ദതയിലായിരുന്ന ആന്റണിയുടെ മൊബൈൽ ഫോൺ ഓണായിരിക്കുന്നതായി സൈബർ സെൽ നൽകിയ വിവരമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ആന്റണിയുടെ ഫോണിൽ നിന്നും കോളുകൾ പോകുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് IG-യുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഫ്രാൻസിസ് ഷെൽബി റാഞ്ചിയിലേക്ക് തിരിച്ചത്. ജാർഖണ്ഡ് DGP-യും കേരളത്തിൽ നിന്ന് പോയ അന്വേഷണ സംഘത്തെ സഹായിച്ചു. റാഞ്ചി മേഖലയിൽ നിന്നാണ് ഫോൺ കോളുകൾ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടവർ ലൊക്കേറ്റ് ചെയ്താണ് ഫോൺ ഉപയോഗിച്ചിരുന്ന റാഞ്ചി സ്വദേശിയെ പോലീസ് വലയിലാക്കിയത്. ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നത്. ഡോക്ടർ ആന്റണിയുടെ ഹോമിയോ ചികിത്സാലയത്തിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെ ഭർത്താവാണ് ഫോൺ തനിക്ക് കൈമാറിയതെന്നും താനും ഇയാളും ചേർന്നാണ് ഡോക്ടർ ആന്റണിയെ വധിച്ചതെന്നും ഇയാൾ വെളിപ്പെടുത്തി. ആ കഥ ഇങ്ങനെയാണ്. ജാർഖണ്ഡിൽ നിന്ന് റാഞ്ചിയിലേക്ക് എത്താൻ ഡോക്ടർ ആന്റണിയോട് ഇയാളുടെ ഭാര്യയാണ് ആവശ്യപ്പെട്ടത്. ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ഈ യുവതി ആന്റണിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. റാഞ്ചിയിൽ എത്തുന്ന ഡോക്ടർ ആന്റണിയെ സ്വീകരിക്കാൻ ഇയാളും സഹായിയും കൂടിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ നിന്നും മടങ്ങി വരുന്ന വഴി ഭക്ഷണത്തിൽ മയക്കമരുന്ന് നൽകി ആന്റണിയെ മയക്കി കിടത്തിയതിനു ശേഷം റാഞ്ചിയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ പശ്ചിമബംഗാൾ ബോർഡറിനടുത്തുള്ള വിജനമായ കാട്ടിൽ വെച്ച് ആന്റണിയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിനായി ആന്റണിയുടെ അടിവസ്ത്രമടക്കം ഊരിയെടുത്ത് പൂർണ്ണനഗ്നമായ ബോഡി കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ആന്റണിയുടെ കൈവശമുണ്ടായിരുന്ന 10,000 രൂപയും ഫോണും ഇവർ ഇതിനകം കൈവശപ്പെടുത്തിയിരുന്നു. ഈ ഫോണാണ് പിന്നീട് കേസ് അന്വേഷണത്തിന് നിർണായകമായത്. റാഞ്ചിയിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ ഫ്രാൻസിസ് ഷെൽബിയും സംഘവും ഈ കാട്ടിലെത്തിയിരുന്നു. ഈ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആന്റണിയുടെ മൃതശരീരത്തിന്റെ ഫോട്ടോയും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരുന്നു. സംഭവം ആന്റണിയുടെ വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് ഭാര്യ ഡോക്ടർ പ്രീതിയും ബന്ധുക്കളും റാഞ്ചിയിലെത്തി മരണമടഞ്ഞത് ഡോക്ടർ ആന്റണിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രതികളെയും കൊണ്ട് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ CI ഫ്രാൻസിസ് ഷെൽബി റാഞ്ചിയിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചയോടെ ഇവർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊലപാതകയെ അറസ്റ്റ് ചെയ്തെങ്കിലും കൊലപാതകത്തിന്റെ കാരണം പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. തന്റെ ഭാര്യയെ ആന്റണി നിരന്തരമായി ഫോൺ ചെയ്യുമായിരുന്നുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താലേ ഈ ദുരൂഹമായ കൊലപാതകത്തിന്റെ ലക്ഷ്യം ബോധ്യമാവുകയുള്ളൂ. ആന്റണിയുടെ തീരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് വിരാമമായെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിസ്ഥിതി സ്നേഹിയായ പുരാതന ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ചിത്രകാരൻ കൂടിയായ ഡോക്ടർ ആന്റണിയുടെ കൊലപാതകത്തിന്റെ ഉദ്ദേശം ഇനിയും വെളിപ്പെട്ടിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏതെങ്കിലും മെഡിക്കൽ കോളേജിന് കൈമാറിയോ അല്ലെങ്കിൽ റാഞ്ചി വനമേഖലയിലെ പോലീസ് സംസ്കരിച്ചോ ഇതിനും തൃപ്തികരമായ ഉത്തരം ലഭിക്കുന്നില്ല.
മരണമടയുമ്പോൾ 38 വയസ്സുണ്ടായിരുന്ന ഡോക്ടർ ആന്റണിക്ക് 2 പെൺമക്കളാണുള്ളത്. തോരാത്ത കണ്ണുനീരുമായി കാത്തിരിക്കുന്ന വൃദ്ധയായ ഒരമ്മയും. കുമ്പളങ്ങിയിലെ പ്രധാന റോഡ് പുനർനിർമ്മിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് സൗത്ത് വികസന സമിതിയും കോർഡിനേഷൻ കമ്മിറ്റിയും ആഹ്വാനം ചെയ്ത കുമ്പളങ്ങി ഹർത്താൽ സമ്പൂർണ്ണം. വാഹനം തടയാൻ ശ്രമിച്ച 15 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന കുമ്പളങ്ങി എഴുപിന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വികസന സമിതിയുടെയും കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ആഹ്വാനപ്രകാരം കുമ്പളങ്ങിയിൽ ഹർത്താൽ ആചരിച്ചത്. ഹർത്താൽ പൂർണ്ണമായിരുന്നു. കുമ്പളങ്ങിയിലെ മുഴുവൻ കടകളും അടഞ്ഞുകിടന്നു. ഹർത്താലിന് ഓട്ടോറിക്ഷ തൊഴിലാളികളും ബസ് ഓണേഴ്സ് അസോസിയേഷനും പിന്തുണ പ്രഖ്യാപിച്ചതോടെ വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചു. അപൂർവം സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത്. രാവിലെ നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളെ ചിലർ തടഞ്ഞതിനെ തുടർന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള 15 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങിയിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കളായ MS ശോഭിതൻ, KP സെൽവൻ, CPIM കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഹാമിൽട്ടൺ ബോബി മെമ്മോറിയൽ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ തേവര സേക്രഡ് ഹാർട്ട് സ്കൂൾ ട്രോഫി നേടി. 3 ദിവസങ്ങളായി ഫോർട്ട് കൊച്ചിയിൽ നടന്നുവന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പുത്തൻതോട് ഹയർ സെക്കൻഡറി സ്കൂളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തേവര സേക്രഡ് ഹാർട്ട് സ്കൂൾ ഹാമിൽട്ടൺ ബോബി മെമ്മോറിയൽ ട്രോഫി നേടി. മത്സരം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ആന്റണി പുരിതറ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഫുട്ബോൾ താരമായിരുന്ന TA ജാഫർ മുഖ്യ അതിഥിയായി. വിജയിച്ച ടീമുകൾക്ക് അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ, TA ജാഫർ, പീറ്റർ തോമൻ, റോളണ്ട് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ നൽകി. കൊച്ചി നഗരസഭ സുസ്ഥിര വികസന ഫണ്ട് ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളി NH ഗ്രൂപ്പുകൾക്ക് വായ്പാ സഹായം നൽകി. മാനാശ്ശേരി പാരിഷ് ഹാളിൽ നടന്ന വായ്പാ വിതരണം സംസ്ഥാന മന്ത്രി K ബാബു ഉദ്ഘാടനം ചെയ്തു. മാനാശ്ശേരിയിൽ വനിതാ സ്വാശ്രയ സംഘങ്ങൾക്കാണ് വായ്പകൾ വിതരണം ചെയ്തത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി K ബാബു വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലറും മാനാശ്ശേരി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റുമായ AC ക്ലാരൻസ് അധ്യക്ഷനായി. മത്സ്യാഫെഡ് ചെയർമാൻ V ദിനകരൻ, മത്സ്യാഫെഡ് ജില്ലാ ജനറൽ മാനേജർ M അബൂബക്കർ, അസിസ്റ്റന്റ് മാനേജർ P നിഷ, നഗരസഭാ കൗൺസിലർമാരായ SC ജോസഫ്, ഷൈല തദേവുസ്, മേരി കലിസ്റ്റ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. എല്ലാം കൂടി കൈകോർത്ത് പിടിച്ച് ഇതുപോലൊരു അവസരം തന്ന കുട്ടികൾക്ക് വളരെ പ്രയോജനകരമാണ്. ഇതുപോലെ തന്നെ തിരിച്ചടയ്ക്കുവാൻ ഇതേ മനസ്ഥിതി നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തിരിച്ചടച്ചാൽ മാത്രമേ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലേറെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഞങ്ങൾക്കും സാധിക്കുകയുള്ളൂ. പെരുമ്പടപ്പിൽ ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ തീപിടിച്ചു. വീട്ടുപകരണങ്ങളും ക്യാമറയും കമ്പ്യൂട്ടറും തീപിടുത്തത്തിൽ നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. തിങ്കളാഴ്ച വൈകിട്ട് 5:30 മണിയോടെയാണ് പെരുമ്പടപ്പ് പൈ റോഡിലുള്ള ഇരുനില വീടിന്റെ മുകളിലെ നിലയ്ക്ക് തീപിടിച്ചത്. ചക്കുന്തറ ഫിലിപ്പ് ജോർജിന്റേതായിരുന്നു വീട്. ഫോട്ടോഗ്രാഫറായ J ഫ്രാൻസിസ് ആണ് മുകളിലത്തെ നിലയിൽ താമസിച്ചിരുന്നത്. വീട്ടുകാർ സ്ഥലത്ത് ഇല്ലാതിരുന്ന സമയത്താണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടിച്ചത്. തീ ആളിപ്പടർന്നതിന് ശേഷമാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. മട്ടാഞ്ചേരിയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 50,000 രൂപ വിലപിടിച്ച ക്യാമറയും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും തീപിടുത്തത്തിൽ കത്തി നശിച്ചു. ഗൃഹോപകരണങ്ങളും തീപിടുത്തത്തിൽ കത്തി നശിച്ചതായി വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ ജനലുകളും വാതിലുകളുമെല്ലാം നശിച്ച നിലയിലാണ്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. എറണാകുളത്ത് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന കരിവീരൻ ചെരിഞ്ഞു. കണ്ണൂർ വലിയമ്പാടി ശ്രീകൃഷ്ണപുരം ദേവസ്വം വക അച്യുതൻ എന്ന ആനയാണ് കുമ്പളത്തെ മഹേഷിന്റെ വീട്ടുവളപ്പിൽ ചെരിഞ്ഞത്. 43 വയസ്സുള്ള ആന ഹൃദയാഘാതം മൂലമാണ് ചെരിഞ്ഞത്. എറണാകുളത്തെയും സമീപ പ്രദേശങ്ങളിലെയും ഉത്സവങ്ങൾക്കും എഴുന്നള്ളിപ്പിനുമായി മഹേഷ് എന്ന കരാറുകാരനാണ് ആനയെ പാട്ടത്തിനെടുത്തിരുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 12:05 അച്യുതൻ ചെരിഞ്ഞത്. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് സംശയം. വിവരമറിഞ്ഞ് കണ്ണൂരിൽ നിന്ന് ക്ഷേത്രം ഭാരവാഹികൾ സ്ഥലത്തെത്തി. പാലാരിവട്ടത്തു നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച ആനയുടെ സംസ്കാരം നടക്കും. കോടനാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന കാട്ടിൽ ആനയെ ദഹിപ്പിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ മീൻകുളം വലിയമ്പാടി എന്ന സ്ഥലത്തിൽ മീൻകുളം ശ്രീക്ഷേത്രത്തിലെ വകയുള്ള അച്യുതൻ എന്ന ആനയാണ്. അത് ഇവിടെ ഒരു പാട്ടത്തിന് ഉത്സവപ്പാട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് മഹേഷ് എന്ന് പറഞ്ഞൊരു കക്ഷി. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് ഞങ്ങളെ വിളിച്ച് അറിയിച്ചത്. അപ്പോൾ ഇന്നലെ രാത്രി അമ്പലത്തിലേക്ക് കയറ്റി കൊണ്ടുവരാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നിന്നതാണ്. പെട്ടെന്നാണ് ആനക്ക് എന്തോ ഒരു വിറയലുണ്ടായിട്ട് വീണത്. പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രസിദ്ധപ്പെടുത്തി. ഈ വർഷം 88.8% വിദ്യാർത്ഥികൾ വിജയിച്ചു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കോഴിക്കോട്ടും കുറവ് വിദ്യാർത്ഥികൾ പത്തനംതിട്ടയിലുമാണ് വിജയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും.
2.5 വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായ തോപ്പുംപടി വാലുമേൽ കുട്ടത്തിപ്പറമ്പിൽ ഡോക്ടർ ആന്റണി റാഞ്ചിക്കടുത്തെ വനമേഖലയിൽ വെച്ച് കൊല്ലപ്പെട്ടതാണെന്ന് തെളിഞ്ഞു. കുമ്പളങ്ങിയിലെ പ്രധാന റോഡ് പുനർനിർമ്മിക്കണമെന്ന് ആഹ്വാനം ചെയ്ത സൗത്ത് വികസന സമിതിയും കോർഡിനേഷൻ കമ്മിറ്റിയും ആഹ്വാനം ചെയ്ത കുമ്പളങ്ങി ഹർത്താൽ സമ്പൂർണ്ണം. എറണാകുളത്ത് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന കരിവീരൻ ചെരിഞ്ഞു. കണ്ണൂർ വലിയമ്പാടി ശ്രീകൃഷ്ണപുരം ദേവസ്വം വക അച്യുതൻ എന്ന ആനയാണ് കുമ്പളത്തെ മഹേഷിന്റെ വീട്ടുവളപ്പിൽ ചരിഞ്ഞത്. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.